രാവിലെ 7:32 24 അറിയിച്ച വാർത്ത. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് 10 സ്ഥലങ്ങളിൽ, അതിൽ കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയന്റെ വീട്, കോഴിക്കോട് കോട്ടുളിയിലുള്ള മുഹമ്മദ് റിയാസിന്റെ വീട്, കൊച്ചിയിലെ CMRL ആസ്ഥാനം, അങ്ങനെ തുടങ്ങി 10 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ വിവരങ്ങൾ രാവിലെ 7:32 24 പുറത്തുവിട്ടത്. തുടർന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് നിരവധി സംഭവങ്ങൾക്കാണ്. ED പരിശോധന നടത്തുന്ന CPIM നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വസതികൾക്ക് മുന്നിലേക്ക് CPIM പ്രവർത്തകരും നേതാക്കളും എത്തുന്നതിനാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ജില്ലാ കേന്ദ്രങ്ങളിൽ CPIM പ്രവർത്തകർ തെരുവിലിറങ്ങുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോഴും തിരുവനന്തപുരത്ത് അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ, ഈ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ, അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഉൾപ്പെടെ ആക്രമിക്കുകയാണ് CPIM പ്രവർത്തകർ ചെയ്തത്. ഇപ്പോൾ അതിൽ ചില പ്രതികൾ, 10 പ്രതികൾ തിരുവനന്തപുരത്തെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ, പാളയത്തെ ഓഫീസിലുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അവരെ പിടികൂടാതെ പിന്മാറില്ല എന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. CPIM നേതാക്കളാകട്ടെ പോലീസിനെ പാർട്ടി ഓഫീസിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ സംഘർഷഭരിതമായി സ്ഥിതിഗതികൾ തുടരുകയാണ്. അതേസമയം CPIMന്റെ പ്രതിഷേധം അല്പസമയത്തിനകം സംസ്ഥാന വ്യാപകമായി നടക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് CPIMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്കാണ്. അവിടെ നിന്ന് ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, ഇപ്പോഴെന്താണ് അവിടുത്തെ സ്ഥിതി? ദിലീപ് കുമാർ, അതായത് ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റിലേക്കോ ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പകരം ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് റീകോൾ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുന്നുണ്ട്. DCP അടക്കം വീണ്ടും ഈ ലോ ആൻഡ് ഓർഡർ DGP അടക്കം വിളിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇവരിൽ നിന്ന് മാറ്റിയ ഫോഴ്സിനെ കൂടി തിരികെ വിളിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നേതാക്കൾ സംസാരിച്ചിട്ടും ഏതെങ്കിലും തരത്തിൽ പോലീസിനെ സംബന്ധിച്ചൊരു ധാരണ എത്തിയിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് ഒരു 24 മണിക്കൂർ എന്നുള്ള ഒരു കൂൾ ഓഫ് ടൈം പോലും അവർക്കില്ല. കാരണം അവരുടെ ഗോൾഡൻ അവർ ഇതാണ്. പ്രത്യേകിച്ച് ഇനി പല കേന്ദ്ര ഏജൻസികൾക്ക് ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതികളെ, ഈ ആക്രമിച്ച പ്രതികളെ മുഴുവൻ പിടികൂടുകയല്ലാതെ പോലീസിന് മുൻപിൽ മറ്റു മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ടുകൂടിയാണ് പോലീസ് ഇങ്ങനെ നിലയുറപ്പിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിനകത്ത് അവരുണ്ട് എന്ന് കരുതുന്ന പ്രതികളെ പിടികൂടാനുള്ള നീക്കം നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സ്റ്റേഷനിൽ ഹാജരാക്കാമെന്നൊക്കെയുള്ള നേതാക്കളുടെ വാക്ക് അത് വിശ്വസിക്കുകയും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കാലതാമസം ഉണ്ടാവുകയും ആ കാലതാമസം പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേട്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും സംസ്ഥാനത്തെ സംബന്ധിച്ചും വലിയ നാണക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ആ സംഘർഷ സമാനമായ സാഹചര്യം അത് ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ തുടരുക തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അതിനകത്തൊരു നീക്കമില്ല. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഇടതുവശത്തേക്ക് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കുറച്ച് ദൂരേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഫോഴ്സിനെ മടക്കിയിരുന്നു. പക്ഷെ അവരെ അടക്കം ഇവിടേക്ക് എത്തിച്ച് വീണ്ടും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കം അത് പോലീസ് സജീവമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനകത്തുണ്ട്. വി ശിവൻകുട്ടി, വി ജോയി, അതേപോലെ നമ്മൾ നേരത്തെ കണ്ട പല പ്രധാനപ്പെട്ട നേതാക്കൾ, ജോൺ ബ്രിട്ടാസ് MP, അതേപോലെ VK പ്രശാന്ത് അടക്കമുള്ള CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്കുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറിയുമായി അവർ ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നീക്കമില്ല. പാർട്ടി ഓഫീസിനകത്ത് കയറി പ്രവർത്തകരെ പിടികൂടാൻ കഴിയുന്നില്ലെന്നുള്ള ഉറച്ച നിലപാടിൽ CPIM നേതാക്കൾ തുടരുന്നു. അതേസമയം എത്രയും പെട്ടെന്ന് ഈ അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടത് തിരിച്ചറിഞ്ഞ് ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം കൈമാറിയിട്ടുള്ള ആളുകളെ അവരെ വിട്ടുകിട്ടണം. അതല്ലെങ്കിൽ പോലീസിന് ആക്ഷൻ എടുക്കേണ്ടി വരുമെന്നുള്ള നിലപാടിൽ പോലീസും ഉറച്ചു നിൽക്കുകയാണ്. ദിലീപ് കുമാർ. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. DCP തപോഷ് ബസുമതാരിയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രതികളെ പിടികൂടിയേ പിന്മാറൂ എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതേസമയം CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോലീസിനെ കടത്തില്ല എന്ന നിലപാടിലേക്ക് CPIM നേതാക്കളും. അങ്ങനെ ആ നിലയിൽ സംഘർഷഭരിതമാണ് അന്തരീക്ഷം. എന്താണ് തുടർ നടപടികൾ രണ്ടുപേരുടെയും എന്ന കാര്യത്തിൽ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. പ്രതികൾ അകത്തുണ്ടെങ്കിൽ പോലീസിന് പിടികൂടിയേ കഴിയൂ എന്ന നിലപാടവർ
എടുത്തിരിക്കുകയാണ്. കാരണം ഇക്കാര്യത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ, പിന്നെ അതുകൂടാതെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതറിയില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതിലെ അത്തരം കേസുകളിൽ ഒരു ഗുരുതര സ്വഭാവമുള്ള കേസാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാതെ പോലീസിന് പിന്മാറാൻ കഴിയില്ല. എന്താണ് ഇനി തുടർ നടപടികൾ എന്നത് കാത്തിരുന്ന് കാണാം. CPIMന്റെ ജില്ലാ നേതാക്കളൊക്കെ ഇപ്പോൾ ഏരിയ കമ്മിറ്റി, CPIMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ അവിടെ എത്തിച്ചേർന്നിരുന്നതാണ്. അവിടെ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിയും മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനുമുണ്ട്. വട്ടിയൂർക്കാവിലെ മുൻ MLA VK പ്രശാന്ത് അവിടെയുണ്ട്. വാമനപുരത്തെ മുൻ MLA DK മുരളി അവിടെയുണ്ട്. അങ്ങനെ ആ നിലയിൽ CPIMന്റെ നേതൃത്വം, ജില്ലാ നേതൃത്വം അപ്പാടെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് പ്രതികളെ പിടികൂടാതെ പിന്മാറില്ല എന്ന നിലപാട് പോലീസും സ്വീകരിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.